ഹായ്, ചെങ്ങാട്ട് ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ എൻ്റെ പൂവൻകുലയാണ്, നാടൻ പൂവൻകുല. ഏകദേശം മൂത്ത് തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. അതിന് തൊട്ടടുത്തുള്ള പൂവൻകുല ഞാൻ ഇന്നലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പഴുക്കാൻ തുടങ്ങുന്നു. അപ്പോൾ നാടൻ പൂവൻകുലയാണ്. നമ്മളിത് വേറൊരു പറമ്പിൽ ഞാൻ കൃഷി ചെയ്യുന്നതാണ്, സ്നേഹിതൻ്റെ പറമ്പാണ്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്കൊരു വാഴക്കൊല വെട്ടി നമുക്ക് എടുക്കാം. അങ്ങനെ നമ്മൾ ആ ഇവിടെ നട്ട വീടിൻ്റെ ബാക്കിൽ നട്ട കപ്പ ഞാനങ്ങ് പറിച്ചു. കാരണം വെച്ചാൽ അപ്പുറേ പറമ്പിൽ നട്ട 2 കപ്പ എരി കൊണ്ട്, അത് ചുവടേ എരി നല്ല കപ്പയായിരുന്നു, ചുവടേ കൊണ്ട്. അതുകൊണ്ട് ഞാനിതാ പറിച്ചോണ്ടാ 7 കിലോ ഉണ്ട്. നോക്കിയേ, ഇതാ 7 കിലോ ഉണ്ട്. ഒരു കുഞ്ഞൊരു കപ്പയെ നമുക്ക് 7 കിലോ കിട്ടി. അത് മതിയല്ലോ നമുക്ക്. ഇപ്പോഴത്തെ വിലയാണെങ്കിൽ 40 രൂപയാണ്. 1 കിലോ കപ്പയ്ക്ക് 40, 74, 28. നമുക്ക് സംബന്ധിച്ച് നമുക്ക് തന്നെ കഴിക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്നതാണ്, ജൈവ രീതിയിൽ ഉണ്ടാക്കുന്നതാണ്. യാതൊരു വളവും കൊടുത്തിട്ട് റോട്ടിൽ കിടന്ന് മണ്ണെടുത്തുകൊണ്ട് പുഴയെ ചോദിക്കൊണ്ടിട്ടാണ്. അങ്ങനെയാണ് ഞാൻ ഈ കപ്പയെ സൃഷ്ടിച്ചെടുത്തത്. അപ്പോൾ ഇതുണ്ടല്ലേ നമ്മുടെ കപ്പ നിൽക്കുന്നുണ്ടല്ലേ, ഞാനിതിന് എല്ലാം ചുവട്ടിലെ പുല്ലുകൾ കംപ്ലീറ്റ് ചെത്തി നല്ല വൃത്തിയാക്കി. ഈ പുല്ല് എത്തേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കിഴങ്ങുകൾക്ക് വണ്ണം വെക്കണമെങ്കിലും നീളം വെക്കണമെങ്കിലും ഈ പുല്ലൊക്കെ ചെത്തി നല്ല വൃത്തിയാക്കിയിടണം. അത് വൃത്തിയാക്കിയിട്ട് ഞാൻ മാത്രമേ കിഴങ്ങ് നല്ല വലിപ്പത്തിൽ ഉരുണ്ടി വരാനൊക്കെ നല്ലതാണ്. നമ്മൾ ജൈവവളം മാത്രമേ ഇടുന്നുള്ളൂ. അതുകൊണ്ട് ഈ സമയത്ത് മറ്റേ ഇംഗ്ലീഷ് വളം ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ഇംഗ്ലീഷ് വളമൊക്കെ ഉപയോഗിക്കാവുന്ന സമയമാണ്. കാരണം തുലാവർഷം ഇടയ്ക്കിടയ്ക്ക് മഴയും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാം. പക്ഷെ എൻ്റെ ജൈവം ആയതിനാൽ ഞാൻ പിന്നെ അങ്ങനത്തെ ഒരു കൃഷി ചെയ്തില്ല. അടുത്ത ഒരു നിൽക്കുന്നില്ലേ, കഴിഞ്ഞ ദിവസം എലി വന്നിട്ട് 2 എണ്ണം അങ്ങോട്ട് സൂപ്പർ നല്ല അടിപൊളി പോലെയായിരുന്നു. പറക്കാറായിട്ടില്ല, എലി വന്ന് തകർത്ത് തരിപ്പണാക്കിക്കൊണ്ടുപോയി. അപ്പോൾ എലിയുടെ ശല്യം ഉണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്യണം. ഇല്ലെങ്കിൽ എലി കൊണ്ടുപോകും. അപ്പോൾ ഇങ്ങനെ എൻ്റെ ആവശ്യമുള്ള കപ്പ നമ്മളൊരു പൂളാന്ന് പറയും, കൊള്ളിയെന്ന് പറയും, പല വ്യത്യസ്തമായ രീതിയിൽ ആണ് ഇതിൻ്റെ പേരുകൾക്കുള്ളത്. എന്നാലും സർവ്വസാധാരണമായി കേരളക്കാർ എപ്പോഴും ഉപയോഗിക്കുന്ന കപ്പയാണ്. അപ്പോൾ ആ കപ്പേൻ്റെ നമ്മുടെ ആവശ്യത്തിനുള്ള കപ്പ നമുക്ക് നടാം. ഞാൻ ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. കുറേ കപ്പ ഞാൻ ഈ ഭാഗത്ത് ഇങ്ങനെ നട്ടിട്ടുണ്ട്. അതായത് ഈ പറമ്പിൻ്റെ ഏറ്റവും സൈഡിലായിട്ടാണ് ഞാൻ ഈ കപ്പയൊക്കെ നട്ടു വെച്ചിരിക്കുന്നത്. നമ്മളെ ഒരു ചാക്കിൽ ഒരു കപ്പ നടുന്നതാണ്. അപ്പോൾ ഇതാ ഞാൻ ഈ ചാക്കിൻ്റെ ഒരു 1/4 ഭാഗം മണ്ണെടുത്ത് വെച്ചേക്കുവാണ്. 1/4 ഭാഗമാണ് മണ്ണ് പോട്ടി മിശ്രിതം വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് ചാണകപ്പൊടിയും ചേർത്തിട്ടുണ്ട്. സാധാ മണ്ണ് തന്നെയാണ് ഞാൻ അതിനകത്ത് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഒരു ചെറിയൊരു പാട്ട നിറയെ കോഴിക്കാഷ്ടം ചേർത്തതാണ്. അപ്പം വേണമെങ്കിൽ നമുക്ക് മിക്സ് ചെയ്ത് നമുക്ക് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് രസകരമായ സംഭവങ്ങളാണ് ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത്. ഇവിടെ കുറേ ചണ്ടി, ഈ പറമ്പിൽ കുറേ ചണ്ടികൾ കിടക്കുന്നുണ്ട്. ആ ചണ്ടികളെല്ലാം ഞാൻ ഇതിനകത്തേക്ക് നിറയ്ക്കുകയാണ്. കംപ്ലീറ്റ് ചണ്ടികൾ. നമ്മുടെ പറമ്പും വൃത്തിയാവും, നമുക്ക് കപ്പയ്ക്ക് ആവശ്യമുള്ള വളവും ഇതിനകത്ത് ലഭ്യമാകും. നമ്മൾ ചവല എല്ലാം കൂടി ഈ വാഴേൻ്റെ വേസ്റ്റും വാഴവെട്ടിൻ്റെ വേസ്റ്റും ചവല എല്ലാം കൂടി നമ്മൾ ഈ ചാക്ക് ഏകദേശം ഫുൾ നട്ടു. ഇനി നമ്മൾ വീണ്ടും കുറച്ചുകൂടി കൂടി കോഴിക്കാഷ്ടം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യുന്നത്, ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് മണ്ണോട് കൂടി ഇടുന്നു. അപ്പോൾ നമ്മൾ ചാക്ക് ഫില്ലായി, മണ്ണൊക്കെ നിറച്ചു, ചണ്ടികളിട്ടു, കോഴിക്കാഷ്ടം ഇട്ടു, മണ്ണിട്ടു, എല്ലാം ഇട്ടു. ഇപ്പോൾ നമ്മുടെ ചാക്ക് റെഡിയായി. ഇനി ഇതിനകത്ത് എങ്ങനെയാണ് പൂള നടന്നത് ഞാൻ കാണിച്ചു തരാം. കേട്ടോ, ഞാൻ കത്തിക്ക് ഈ ഭാഗം ഇങ്ങനെ കീറിയെടുത്തു, പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഭാഗം ഇങ്ങനെ കീറിയെടുത്തു. അപ്പോൾ അതിനുശേഷം നമ്മൾ ഞാൻ ഇങ്ങനെയാണ് ഒരു പൂള കമ്പനില്ലേ, ഇതിൻ്റെ അടിഭാഗം നോക്കി എല്ലാം റൗണ്ടിലാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് പറിച്ച് ഒരു 15 ദിവസം വെച്ച് അതിൻ്റെ നീര് വറ്റിയതിന് ശേഷമാണ് നമ്മൾ നടേണ്ടത്. അപ്പോൾ നമുക്കിതിൻ്റെ 1, 2, 3 ഈ 3 ഭാഗം നമുക്ക് ഇതിൻ്റെ മണ്ണിൻ്റെ അടിയിലേക്ക് പോകും. ബാക്കി ഭാഗമാണ് മുകളിലേക്ക് വരുന്നത്. അപ്പോൾ അധികം ഇവിടുത്തെ കിഴിപ്പ് 2 എണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കാണും. അപ്പോൾ ഇതിൻ്റെ ഒത്ത നടുക്കുന്നുണ്ടോ, ഒത്ത നടുക്ക് നമ്മൾ ഇതങ്ങ് വെക്കുന്നു, ഇതങ്ങ് ഉറപ്പിക്കുന്നു. അതിനുശേഷം ഇതിങ്ങനെ വെക്കുന്നു. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ അല്പം മണ്ണങ്ങ് ഇട്ട് വെക്കുന്നു. ഈ മണ്ണിട്ട് വെക്കുന്നത് ഇതിന് ഉണക്കോ അധികം ഏക്കാതിരിക്കാൻ വേണ്ടി. വലിയ മഴ പെയ്യുവാണെങ്കിൽ ആ മഴ അധികം ഏക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. ഇനി ശരിക്കും ഇതിന് അല്പം കുറച്ച് കഴിയുമ്പോൾ 1 മാസം കഴിയുമ്പോൾ കുറച്ച് ചാണകം
കഞ്ഞിവെള്ളത്തോട് കൂടി കലക്കി ഒഴിക്കുക, അല്ലെങ്കിൽ കടലപ്പിണ്ണാക്ക് കലക്കി ഒഴിക്കുക. കാരണം നമ്മൾ ജൈവ രീതിയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടി കാണാൻ വേണ്ടി നിങ്ങൾ അയച്ചു കൊടുക്കുക. അപ്പോൾ എങ്കിൽ മാത്രമേ നമുക്ക് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്കൊരു ഗുണം കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ഇത് ഞാനിവിടെ നിലത്ത് ഇതേപോലെ ഈ വാഴേൻ്റെയും ചണ്ടിയും അതുപോലെ ഇവിടെ കിടന്ന ചവലകൾ എല്ലാം ഞാൻ കൂട്ടിയിട്ടിട്ട് അടിയിൽ ചെറിയൊരു കുഴി വെക്കും. അപ്പോൾ അതിലേക്കാണ് ഞാൻ ഇനി ഇത് നടാൻ വേണ്ടി പോകുന്നത്, ഫോൾ നടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ ഒരു കൊട്ട ഇതുണ്ട്, കോഴിവെള്ളം ഇടുന്നു. ആ കോഴിവെള്ളത്തിനകത്ത് പ്ലാസ്റ്റിക് ഉണ്ട്. ആ പ്ലാസ്റ്റിക് നമ്മൾ മാറ്റി കളയണം. ഇല്ല എങ്കിൽ നമ്മുടെ മണ്ണിനും കേടാണ്, എല്ലാത്തിനും കേടാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മൾ മണ്ണിങ്ങനെ ഇതിൻ്റെ മേലേക്ക് നമ്മൾ കൂട്ടി കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ കൂടൊക്കെ കപ്പയുടെ കൂടൊക്കെ ലെവലായി. അപ്പോൾ ഇത് ഞാൻ അടിഭാഗം വളരെ കൃത്യമായിട്ട് ഞാൻ ലെവലാക്കിയിട്ടുണ്ട്. പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പോള നമ്മളെ പുതുമഴയൊക്കെ കഴിഞ്ഞിട്ട് ഏപ്രിൽ മെയ് ആ സമയത്തൊക്കെയാണ് നമ്മൾ കപ്പ നട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് നമ്മുടെ സൗകര്യം അനുസരിച്ച് നമുക്ക് ഇതൊക്കെ 6ാമത്തെ മാസം പറിക്കാൻ പറ്റിയ കപ്പയാണ്. പക്ഷേ ഇതുണ്ട് ഈ കപ്പ ഉണ്ടോ, ഇത് കറക്റ്റ് 10 മാസം മിനിമം മൂപ്പുള്ള കപ്പയാണ് നട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് 6ാം മാസം നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പറിക്കാൻ പറ്റുന്ന കപ്പയാണ്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ മണിയിലേക്ക് നമ്മൾ ഇതേപോലെ നമ്മൾ വെച്ച് നമ്മൾ കൃത്യമായിട്ട് അങ്ങ് ഉറപ്പിച്ച് വെക്കുന്നു. അപ്പോൾ ഇനി നമുക്ക്, കാരണം നമ്മളിപ്പോൾ കോഴിവളം കൊടുത്തു, ചവലകൾ അഥവാ ചപ്പി ചവലുകൾ നമ്മൾ കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജൈവ രീതിയിൽ ജൈവവളം ആവശ്യത്തിന് ആദ്യത്തെ 2 മാസത്തേക്കുള്ള ജൈവവളം നമുക്ക് ഇനി കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഞാൻ പറഞ്ഞത് കടലപ്പിണ്ണാക്ക് പൊടിപ്പിച്ചത്, അല്ലെങ്കിൽ കഞ്ഞിവെള്ളവും കടലപ്പിണ്ണാക്ക് പൊടിപ്പിച്ചതും ചാണകത്തിൻ്റെ സ്ലേറിയോട് കൂടി നമ്മൾ മിക്സ് ചെയ്ത് ഇത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ഇനി ചെയ്യുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ഓക്കെ, ബൈ ബൈ, താങ്ക് യു.